സഖാക്കളെ, പ്രിയപ്പെട്ടവരെ, മെയ് 19 സഖാവ് പി സുന്ദരയ്യയുടെ ചരമദിനമാണ്. 1985 സഖാവ് നമ്മെ വിട്ടുപിരിഞ്ഞത്. അതുപ്രകാരം ഇത് 39ാമത് ചരമവാർഷിക ദിനമാണ്. ഇന്ത്യയിൽ തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ നേതൃത്വം നൽകി പ്രവർത്തിച്ച ഉജ്ജ്വല വിപ്ലവകാരികളിൽ പ്രഥമ ഗണനീയ സ്ഥാനമാണ് സഖാവ് സുന്ദരയ്യക്കുള്ളത്. ഇന്ത്യയിലെ കർഷക വിപ്ലവ സമര ചരിത്രത്തിലെ ഇതിഹാസ സമാനമായ ഒരധ്യായമാണ് തെലങ്കാന കർഷക വിപ്ലവ സമരം. അതിൻ്റെ സംഘാടക നേതൃത്വവും മുന്നണി പോരാളിയുമായിരുന്നു സഖാവ് സുന്ദരയ്യ. തെലങ്കാന കർഷക സമരം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിന് നൽകിയ സംഭാവന അതിമഹത്തരമായതാണ്. 1920 താഷ്കണ്ടിൽ വെച്ച് രൂപീകൃതമായതാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ശൈശവത്തിൽ തന്നെ അതിനെ തകർക്കാൻ നിരവധി നടപടികൾ ബ്രിട്ടീഷ് ഭരണകൂടം സ്വീകരിക്കുകയുണ്ടായി. നിരവധിയായ ഗൂഢാലോചന കേസുകളാണ് അതിനുവേണ്ടി അവർ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്നത്. ഇതിനെയെല്ലാം മറികടന്നാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോയത്. ഗൂഢാലോചന കേസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ 1922 ഉണ്ടാക്കിയ പെഷവാർ ഗൂഢാലോചന കേസാണ്. 1924 ഉണ്ടാക്കിയ കോൺപൂർ ഗൂഢാലോചന കേസ് മറ്റൊരു പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് ഭരണകൂടം ചമച്ചുണ്ടാക്കിയ ഗൂഢാലോചന കേസാണ്. 1929 ചമച്ചുണ്ടാക്കിയ മീററ്റ് ഗൂഢാലോചന കേസ് ഈ കൂട്ടത്തിലെ മൂന്നാമത്തെ ഗൂഢാലോചന കേസാണ്. മദ്രാസ് ഗൂഢാലോചന കേസ് ഉൾപ്പെടെയുള്ള നിരവധി ഗൂഢാലോചന കേസുകൾ ഇതിൻ്റെ തുടർച്ചയായി ബ്രിട്ടീഷ് ഭരണകൂടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതിൻ്റെ നേതാക്കന്മാർക്കുമെതിരെ ചമച്ചുണ്ടാക്കുകയുണ്ടായി. ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ആ ശൈശവഘട്ടത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെറിയ തോതിൽ പ്രവർത്തിച്ചു മുന്നോട്ട് പോയത്. 1943 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നാം പാർട്ടി കോൺഗ്രസ് മുംബൈയിൽ വെച്ച് നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തുടക്കം മുതൽക്ക് തന്നെ നിരോധിക്കപ്പെട്ട നിലയിലായിരുന്നു ബ്രിട്ടീഷ് ഭരണകൂടം കൈകാര്യം ചെയ്തതെങ്കിൽ 43-45 കാലഘട്ടം നിരോധനത്തിൽ താൽക്കാലികമായ ഒരയവ് ഏർപ്പെടുത്തിയ ഘട്ടമായിരുന്നു. ആ ഘട്ടത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് 43 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നാം പാർട്ടി കോൺഗ്രസ് മുംബൈയിൽ വെച്ച് നടന്നത്. ആ പാർട്ടി കോൺഗ്രസ് തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ സഖാവ് സുന്ദരയ്യയും ഉൾപ്പെട്ടതാണ്. സുന്ദരയ്യയുടെ നേതൃത്വത്തിൽ ഇതിനെ തുടർന്നാണ് തെലങ്കാന കർഷക വിപ്ലവ സമരം ആരംഭിക്കുന്നതും അത് ശക്തമായി മുന്നോട്ട് പോകുന്നതും. ഇതിനെ തുടർന്നുള്ള കാലയളവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യത്ത് വേരൂന്നി മുമ്പോട്ട് വരികയാണ്. എന്നാൽ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത്
പുതിയൊരു പ്രതിസന്ധി ഉടലെടുക്കുകയായിരുന്നു. നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഇന്ത്യയുടെ ആദ്യത്തെ ഗവൺമെൻറ് ഒരു പുരോഗമന ഗവൺമെൻറ്റാണെന്നും അതുമായി സന്ധി ചെയ്തും സമരസപ്പെട്ടുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുമ്പോട്ട് പോകേണ്ടതെന്നും വാദിക്കുന്ന ഒരു വിഭാഗം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നേതൃത്വ തലത്തിൽ രൂപപ്പെട്ടു വരികയുണ്ടായി. എന്നാൽ അതല്ല ശരിയായ നയം എന്നും വർഗസമരത്തിൻ്റെ പാതയിലൂടെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുമ്പോട്ട് പോകേണ്ടത്, നെഹ്റു ഗവൺമെൻറ്റുമായി സമരസപ്പെട്ടു പോവുക എന്നത് വർഗ സഹകരണത്തിൻ്റെ നിലപാടാണ്. അതുകൊണ്ട് അത്തരമൊരു നിലപാടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കേണ്ടത് എന്ന ശരിയായ നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മറ്റൊരു വിഭാഗം ഉയർത്തിപ്പിടിച്ചു. ആ വിഭാഗത്തിൻ്റെ നേതൃത്വം സഖാവ് സുന്ദരയ്യ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കായിരുന്നു. പാർട്ടിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്ന മുറക്ക് ഈ രണ്ടാശയങ്ങൾ തമ്മിലുള്ള ശക്തമായ സംഘട്ടനം പാർട്ടിക്കകത്ത് നടക്കാനിടയായി. നെഹ്റുവിൻ്റെ ഗവൺമെൻറ്റിൽ പുരോഗമനം കണ്ടെത്തി അതുമായി സമരസപ്പെട്ടു പോകണമെന്ന നിലപാടെടുത്തവർ റിവിഷനിസ്റ്റ് പാതയിലൂടെയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കാൻ പരിശ്രമിച്ചത്. എന്നാൽ വർഗസമരത്തിൻ്റെ പാത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിച്ചവർ തൊഴിലാളി വർഗത്തെ ശരിയായ നിലയിൽ നയിക്കാനും പാർട്ടിയെ ആ മാർഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും പരിശ്രമിക്കുകയായിരുന്നു. സുന്ദരയ്യ ഉൾപ്പെടെയുള്ളവരുടെ ഒരു ഘട്ടം പിന്നിടുമ്പോൾ ശരിയായ പാത സ്വീകരിക്കുന്ന നേതാക്കന്മാർക്കെതിരെ സംഘടനാപരമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുക മാത്രമല്ല, നെഹ്റു ഗവൺമെൻറ്റുമായി ഗൂഢാലോചന നടത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശരിയായ നേതൃത്വത്തെ ഒറ്റുകൊടുക്കാനും അവരെ കരുതൽ തടങ്കൽ നിയമമനുസരിച്ച് ജയിലിലടക്കാനും കൂടിയുള്ള ഗൂഢാലോചനയാണ് പാർട്ടിയിലെ റിവിഷനിസ്റ്റ് നേതൃത്വം സ്വീകരിച്ചത് എന്നുള്ളതാണ് ആ കാലയളവിലെ ഒരു കറുത്ത അധ്യായമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നത്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് 1964 പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന്, നാഷണൽ കൗൺസിലിൽ നിന്ന് സുന്ദരയ്യ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ 32 പേർ ഇറങ്ങിപ്പോകാനുള്ള നിലപാടെടുക്കേണ്ടി വന്നത്. ഇറങ്ങിപ്പോയ നേതാക്കൾ പ്രത്യേകമായിട്ട് യോഗം ചേർന്നുകൊണ്ട് ഒരു പുതിയ വിപ്ലവ പാർട്ടി രൂപീകരിക്കുന്നതിനുള്ള തീരുമാനമെടുക്കുകയും അതിനൊരു വിപ്ലവ പരിപാടി തയ്യാറാക്കാൻ സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 7ാം കോൺഗ്രസ് വിളിച്ചു ചേർക്കാനും ഈ ഇറങ്ങിപ്പോയ നേതൃത്വം കൂടിയ യോഗം തീരുമാനിക്കുകയുണ്ടായി. ആ 7ാം പാർട്ടി കോൺഗ്രസ് ആകുമ്പോഴത്തേക്കും പാർട്ടിക്കൊരു പരിപാടി തയ്യാറാക്കാനുള്ള സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയ നടപടി മുമ്പോട്ട് കൊണ്ടുപോവുകയായിരുന്നു. പാർട്ടിയുടെ 7ാം കോൺഗ്രസ് 1964 ഒക്ടോബർ മാസം 31-ാം തീയതി മുതൽ നവംബർ മാസം 7-ാം തീയതി വരെയുള്ള തീയതികളിലാണ് കൽക്കത്തയിൽ വെച്ച് നടന്നത്. കൽക്കത്തയിൽ വെച്ച് നടന്ന ഈ പാർട്ടി കോൺഗ്രസ്സാണ് ഇന്ന് നിലനിൽക്കുന്ന CPIM-ൻ്റെ പരിപാടി ചർച്ച ചെയ്ത് അംഗീകരിച്ചതും CPIM എന്ന നിലയിൽ യഥാർത്ഥ വിപ്ലവ പാർട്ടി രൂപീകരിക്കപ്പെടുകയും ചെയ്തത്. ആ നിലയിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM-ആയി രൂപാന്തരപ്പെട്ട ഒരു ചരിത്രഘട്ടമാണ് 1964 ഒക്ടോബർ 31-ാം തീയതി മുതൽ നവംബർ 7-ാം തീയതി വരെ നടന്ന കൽക്കത്തയിലെ 7ാം പാർട്ടി കോൺഗ്രസ്. ആ പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയി തിരഞ്ഞെടുത്തത് സുന്ദരയ്യയെ ആയിരുന്നു. ആ നിലയിൽ CPIM-ൻ്റെ
ആദ്യ ജനറൽ സെക്രട്ടറി എന്ന നിലയിലെ ചുമതല സുന്ദരയ്യ ഏറ്റെടുത്തുകൊണ്ടാണ് പ്രവർത്തനത്തിൽ മുമ്പോട്ട് പോയത്. റിവിഷനീസത്തിനെതിരെ പൊരുതി ഇന്ത്യയിൽ യഥാർത്ഥ വിപ്ലവ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ മുഖ്യ നേതൃത്വമായി അന്നു മുതൽ സുന്ദരയ്യ മാറുകയായിരുന്നു. 8ാം പാർട്ടി കോൺഗ്രസ് പിന്നീട് നടന്നു. 9ാം പാർട്ടി കോൺഗ്രസ് 1972 നടന്നപ്പോൾ അതിലും ഹലോ 9ാം പാർട്ടി കോൺഗ്രസ് 1972 നടന്നപ്പോൾ അതിലും സെക്രട്ടറിയായി സഖാവ് സുന്ദരയ്യയെ തന്നെ തെരഞ്ഞെടുത്തു. അങ്ങനെ 7, 8, 9 പാർട്ടി കോൺഗ്രസുകൾ പാർട്ടി ജനറൽ സെക്രട്ടറിയായി. ഞാനൊരു പരിപാടിയിലാണ്. ജനറൽ സെക്രട്ടറിയായി സഖാവ് സുന്ദരയ്യയെ തന്നെ തിരഞ്ഞെടുക്കുന്ന നിലയാണ് ഉണ്ടായത്. സുന്ദരയ്യയുടെ നേതൃത്വത്തിൽ ഈ കാലയളവിൽ ആരംഭിച്ച് മുമ്പോട്ട് കൊണ്ടുവന്ന പ്രവർത്തന പരിപാടിയാണ് CPIM-നെ പിൽക്കാല വളർച്ചയിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന കാര്യം വസ്തുതാപരമാണ്. അതിൽ സുന്ദരയ്യ കാട്ടിയ ധീരമായ നേതൃത്വം, സംഘടനാ പാടവം, ആശയദൃഢത ഇവയെല്ലാം കൂടി ചേർന്നതാണ് ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനത്തിന് സുന്ദരയ്യ നൽകിയ നേതൃത്വത്തിൻ്റെ പ്രത്യേകത. 1968 ഒരു പുതിയ പ്രതിസന്ധി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് രൂപപ്പെട്ടു. അത് തിരുത്തൽവാദത്തിനെതിരായി നടത്തിയ പോരാട്ടത്തിലൂടെ രൂപീകരിച്ചെടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു കൂട്ടം സെക്ടേറിയൻ നിലപാട് സ്വീകരിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേർന്നു. നക്സൽബാരി പ്രസ്ഥാനം 1968-69 കാലയളവിൽ ആ നിലയിലാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറ്റൊരു വ്യതിയാനമെന്ന നിലയിൽ CPIM-നകത്ത് രൂപം കൊണ്ട സെക്ടേറിയൻ നിലപാടിനെ നമുക്ക് കാണാനാവുന്നത്. ആ സെക്ടേറിയൻ നിലപാടിനെതിരെ കൂടി ശരിയായ വിപ്ലവ പാതയിലൂടെ പാർട്ടിയെ നയിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ നേതൃത്വവും സഖാവ് സുന്ദരയ്യ തന്നെയാണ് നിർവഹിച്ചു വന്നിരുന്നത്. ഈ നിലയിലെല്ലാമുള്ള നേതൃത്വം നിർവഹിച്ച സുന്ദരയ്യ 10ാം പാർട്ടി കോൺഗ്രസിന് മുന്നേ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുകയും 10ാം പാർട്ടി കോൺഗ്രസിൽ സഖാവ് EMS പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് വരികയും ചെയ്തു. ഈ കാലയളവിൽ 9ാം പാർട്ടി കോൺഗ്രസിനും 10ാം പാർട്ടി കോൺഗ്രസിനും ഇടയിലുള്ള കാലയളവാണ് ഇന്ത്യയിലെ അടിയന്തരാവസ്ഥയുടെ കാലയളവെന്ന് നമുക്ക് ഓർമ്മിക്കാനാവും. ചരിത്രം നമ്മളോട് അക്കാര്യം പറയുന്നുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ CPIM രാജ്യത്ത് പിന്നെയും വളർന്ന് മുന്നോട്ട് വന്നുകൊണ്ടിരുന്ന ആ ഘട്ടം, അടിയന്തരാവസ്ഥക്ക് ശേഷവുമുള്ള ഘട്ടം, ഈ ഒരു പ്രവർത്തനത്തിൻ്റെയും മുന്നോട്ട് പോക്കിൻ്റെയും ഇടയിലാണ് 1985 സഖാവ് സുന്ദരയ്യ നമ്മളോട് വിട പറയുന്നത്. ഉജ്ജ്വലനായ ഈ മാതൃകാ വിപ്ലവകാരിയുടെ 39ാമത് വർഷത്തെ ഓർമ്മ പുതുക്കുന്ന ദിനമാണ് മെയ് മാസം 19. ഈ ഓർമ്മ ദിനം നാം ആചരിക്കുന്ന വേളയിൽ നമ്മുടെ രാജ്യം അതിഗുരുതരമായ ഒരാപത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. BJP നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ഇന്ത്യയിലെ NDA ഗവൺമെൻറ് ഏതൊരു അപകടത്തിലേക്കാണ് അതിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിലൂടെ നമ്മുടെ നാടിനെ നയിച്ചത്. ഒരപ്രഖ്യാപിത ഏകാധിപത്യ ഭരണത്തിലേക്കാണ്
നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടമാണ് 18ാം ലോകസഭയിലേക്ക്. അതിൽ 4 ഘട്ടം പോളിംഗ് ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. ഇനി 3 ഘട്ടം പോളിംഗ് മൂന്ന് ഘട്ടം പോളിംഗ് ഇനി നടക്കാനിരിക്കുകയുമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് അധികാരത്തിൽ തിരിച്ചു വരാതിരിക്കുക എന്നത് ഇന്ത്യയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. ഭരണഘടന അംഗീകരിക്കാത്ത, ജനാധിപത്യവും മതനിരപേക്ഷതയും ഫെഡറലിസവും അംഗീകരിക്കാത്ത നിലപാടിലൂടെയാണ് മോഡി ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അപകടകരമായ ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് കാണുകയും നമ്മുടെ ഏത് കൂട്ടായ്മയിലും ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ അവരവരുടെ സ്വാധീനം ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തും ഒരാളിലേക്ക് ചെലുത്താൻ സാധിക്കുമെങ്കിൽ ആ സ്വാധീനം BJP ഭരണം തിരിച്ചു വരാതിരിക്കാനും ഇന്ത്യ കൂട്ടായ്മയുടെ ഭാഗമായി BJPയെ പരാജയപ്പെടുത്താൻ ഓരോ സംസ്ഥാനത്തിലെയും ഓരോ മണ്ഡലത്തിലും ഏത് പാർട്ടിക്കാണോ സാധ്യതയുള്ളത് ആ പാർട്ടിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് എടുക്കേണ്ടത്. അതിനുള്ള ബന്ധവും സ്വാധീനവുമാണ് ചെലുത്തുകയും ചെയ്യേണ്ടത്. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇനിയുള്ള ഒരു നടപടിയും നമുക്ക് ബാക്കിയില്ല. കേരളം ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഏപ്രിൽ മാസം 26-ാം തീയതി വോട്ടെടുപ്പ് പൂർത്തിയായി. ഫലത്തിന് വേണ്ടി നാം കാത്തിരിക്കുകയാണ്. ഇന്ത്യ കൂട്ടായ്മയുടെ ഭാഗമായി കേരളത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ ജയിച്ചാലും കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്നവരുണ്ട്. അല്ല, ഇടതുപക്ഷം പാർലമെൻറ്റിൽ ശക്തിപ്പെട്ടാൽ മാത്രമേ കോൺഗ്രസ് ജയിക്കുക എന്നത് അതിന് സാധ്യതയുള്ള കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നടക്കട്ടെ. കേരളത്തിൽ ഇടതുപക്ഷം തന്നെ ജയിക്കണം. ഇക്കാര്യം തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ അതനുസരിച്ചുള്ള നിലപാട് തെരഞ്ഞെടുപ്പിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു. ജൂൺ 4 വരെ അതിൻ്റെ ഫലത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. BJPയുടെ ഭരണം ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാൻ അത്ര എളുപ്പമല്ലെന്ന തോന്നൽ ഇപ്പോൾ അതിൻ്റെ നേതൃത്വത്തിന് തന്നെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നാം മാധ്യമങ്ങളിലൂടെ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതുമെല്ലാം അതിതീവ്രമായ വർഗീയത പ്രചരണത്തിൽ ഉയർത്തിക്കൊണ്ട് വരിക എന്ന നിലപാടിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേതൃത്വം കൊടുത്തു പോകുന്നതിൻ്റെ കാഴ്ചയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ വികസനത്തിൻ്റെ പ്രചാരവേലയായിരുന്നു നരേന്ദ്രമോദി ഉയർത്തിക്കൊണ്ടുവന്നത്. അതിനോടൊപ്പം തന്നെ മോഡി ഗ്യാരണ്ടിയെക്കുറിച്ചും വല്ലാതെ അവർ പറഞ്ഞു വന്നു. ഇപ്പോഴാവട്ടെ വികസനത്തിൻ്റെ പ്രചാരണം പിന്തള്ളപ്പെട്ടുപോയി. മോഡി ഗ്യാരണ്ടിയുടെ പ്രചാരണവും പിന്തള്ളപ്പെട്ടുപോയി. അതിൻ്റെ സ്ഥാനത്താണ് തീവ്ര വർഗീയ പ്രചരണം സ്ഥാനം പിടിച്ചിട്ടുള്ളതെന്ന് കാണുമ്പോൾ വികസനം പറഞ്ഞിട്ടോ മോഡി ഗ്യാരണ്ടി പറഞ്ഞിട്ടോ ജയിക്കാൻ സാധ്യതയില്ല എന്ന ബോധ്യത്തിൽ നിന്ന് പാശുപതാസ്ത്രം തന്നെ കയ്യിലെടുക്കാൻ വേണ്ടി വർഗീയത മുഖ്യ ആയുധമായി ഉപയോഗിക്കുന്ന നിലയിലേക്കാണ് അവർ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി തന്നെ ഇത്തരത്തിൽ മുസ്ലിം വിരുദ്ധമായ വർഗീയതയുടെ നിലപാട് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ രാജ്യത്തെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു അപകടകരമായ ഒരവസ്ഥയിൽ നരേന്ദ്രമോദി തിരിച്ചധികാരത്തിൽ വരുന്നൊരു നിലയുണ്ടായാൽ സാധിക്കുക എന്ന കാര്യം മതനിരപേക്ഷ വിശ്വാസികളും ന്യൂനപക്ഷ വിശ്വാസികളും ഉൾപ്പെടെയുള്ളവർ അതീവ ഗൗരവത്തോടെ കാണേണ്ടതാണെന്ന കാര്യം ഈ ഘട്ടം വേവലാതിയോടുകൂടി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എത്ര കടുത്ത വർഗീയതയാണ്
അവർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതിനേത് മാർഗവും അവർ അവലംബിക്കും എന്നതും കൂടിയാണ് അതിൻ്റെ നിലപാട്. ഏറ്റവും ഒടുവിലായിട്ട് മുസ്ലിം ജനസംഖ്യാ വർധനവിൻ്റെ ആപത്തിനെക്കുറിച്ചാണ് അവർ പറയുന്നത്. വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേല. ഒരു ഘട്ടത്തിൽ അത് ശരിയായിരുന്നു. ജനസംഖ്യാ വർധനവ് നിരക്കിൽ മുസ്ലിം ജനസംഖ്യാ വർധനവ് പ്രധാനപ്പെട്ടത് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ 1981 മുതൽ 91 വരെയുള്ള കാലയളവിലെ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ജനസംഖ്യാ വർധന നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 91 മുതൽ 2001 വരെയും 2001 മുതൽ 2011 വരെയുമുള്ള സെൻസസിൻ്റെ കാലയളവിലും മുസ്ലിം ജനസംഖ്യാ വർധന നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ നിരക്കത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് 1950, 2015, 65 വർഷത്തെ ദീർഘമേറിയ ഒരു കാലയളവിനെ മുൻനിർത്തിക്കൊണ്ട് മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നു എന്ന നിലയിലെ പ്രചാരവേല മോഡി നടത്തുന്നത്. ഇതിനിടയിൽ ആ വർധനാ നിരക്കിലുണ്ടായ കുറവ് അവർ മറച്ചുവെക്കുന്നു. എന്നിട്ട് ഹിന്ദു വികാരമുയർത്താനും മുസ്ലിം വിരുദ്ധ വികാരമുയർത്താനും അതിൻ്റെ ജനസംഖ്യാ വർധനവ് സംബന്ധിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ വസ്തുതാപരമല്ലാത്ത കണക്കുകളെ അവതരിപ്പിച്ചുകൊണ്ടാണ് അവർ വർഗീയത വളർത്തിക്കൊണ്ടുവരുന്നത് എന്ന് കാണാൻ നമുക്ക് സാധ്യമാണ്. ഒരു മതരാഷ്ട്രമായി ഇന്ത്യയെ മാറ്റുക എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവസാന ചവിട്ടിലാണ് അവർ നിൽക്കുന്നതെന്ന് കാണുക. മതരാഷ്ട്രമായിട്ട് ഇന്ത്യ മാറുമ്പോൾ എത്ര വലിയ അപകടത്തിലേക്കാണ് നമ്മുടെ നാട് പോവുക എന്ന് നാം ചരിത്രത്തെയും അനുഭവത്തെയും മുൻനിർത്തിക്കൊണ്ട് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയതിനെ തുടർന്ന് പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമായാണ് പ്രഖ്യാപിച്ചതും രൂപപ്പെടുത്തിയെടുത്തതും. ഒരു മതം ഒരു ജനതയെ ഏകോപിപ്പിക്കും എന്ന് പൊതുവെ മതപ്രചാരകന്മാർ പറയാറുണ്ട്. പക്ഷെ അത് സത്യത്തിന് നിരക്കുന്നതല്ല എന്നുള്ളത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. മതരാഷ്ട്രമായ ഈ രാഷ്ട്രങ്ങളിൽ ഒരു സമാധാന ജീവിതം ഇതുവരെയും ജനങ്ങൾക്ക് ലഭ്യമായിട്ടില്ല. സംഘർഷഭരിതമായ ഒരന്തരീക്ഷമാണ് ഈ കാലമത്രയും അവിടെ ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും അവിടെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മതനിരപേക്ഷ രാഷ്ട്രമായി ഇന്ത്യ രാജ്യം പടുത്തുയർത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് സ്വാതന്ത്ര്യാനന്തര കാലത്ത് ഇപ്പോഴും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വൈര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ജീവിതം നമുക്ക് സാധ്യമായത്. അതിനെയാണ് മതനിരപേക്ഷത തകർത്തിട്ട് മതരാഷ്ട്രമാക്കിയിട്ട് സ്വൈര്യജീവിതം ഇല്ലാതാക്കുന്നതിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം മതരാഷ്ട്രമായി പ്രഖ്യാപിച്ച രാജ്യങ്ങളിൽ ആ മതത്തിനകത്തുള്ള അവാന്തര വിഭാഗങ്ങളാണ് സംഘർഷം വളർത്തിക്കൊണ്ടുവരുന്നത് എന്നത് വസ്തുതയാണല്ലോ. മറ്റേതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവരല്ല, ആ മതത്തിൻ്റെ അവാന്തര വിഭാഗങ്ങൾ തന്നെയാണ് അത് വളർത്തിക്കൊണ്ടുവരുന്നത്. ഇന്ത്യ മതരാഷ്ട്രമാവുമ്പോൾ അത് മറ്റൊരു മതരാഷ്ട്രമായാണല്ലോ വളർത്തിക്കൊണ്ടുവരാൻ BJP താല്പര്യപ്പെടുന്നത്, RSS താല്പര്യപ്പെടുന്നത്. ആ മതവിഭാഗത്തിനകത്ത് അവാന്തര വിഭാഗങ്ങൾ ഇസ്ലാം മതത്തിനകത്തുള്ളതിനേക്കാൾ എത്ര വലിയ തോതിലാണ് ജാതിയും ഉപജാതിയും ഉപോപജാതിയുമെന്നെല്ലാം ഉള്ള നിലയിലെ അവാന്തര വിഭാഗങ്ങൾ ഇവർ മതരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന മതവിഭാഗത്തിനകത്തുള്ളത്. അങ്ങനെ വരുമ്പോൾ ആ അവാന്തര വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷവും സംഘട്ടനവും കൊണ്ട് ഒരു മതരാഷ്ട്രമാവുന്ന ഇന്ത്യയിൽ എങ്ങനെ സ്വൈര്യജീവിതം നഷ്ടപ്പെടും എന്ന കാര്യം
ഇസ്ലാമിക മതരാഷ്ട്രത്തിലെ ഇസ്ലാമിക അവാന്തര വിഭാഗങ്ങളുടെ ചിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അതിനേക്കാൾ രൂക്ഷമാവും ഇന്ത്യയിൽ RSS സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന മതരാഷ്ട്രത്തിലെ അവാന്തര വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് നമുക്ക് മതനിരപേക്ഷ രാഷ്ട്രമായി തന്നെ മുമ്പോട്ട് പോയാലേ സ്വൈര്യവും സമാധാനവും രാഷ്ട്രത്തിൻ്റെ ഏകോപനവും ഉറപ്പാക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ആ ഒരു നിലയിലാണ് BJPയെയും അതിൻ്റെ ഭരണത്തെയും പരാജയപ്പെടുത്തി ജനാധിപത്യത്തെ, ഭരണഘടനയെ, മതനിരപേക്ഷതയെ, ഫെഡറലിസത്തെ സംരക്ഷിക്കാൻ നാം ഉത്തരവാദപ്പെട്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം ഇടതുപക്ഷം ശക്തമാവുമ്പോൾ മാത്രമേ നമ്മുടെ രാജ്യത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാവുകയുള്ളൂ. കോൺഗ്രസ് BJPക്കെതിരായ പോരാട്ടത്തിൽ സംഭാവന ചെയ്യാൻ കഴിയുന്നിടങ്ങളിലെല്ലാം സംഭാവന ചെയ്യട്ടെ. കേരളം ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചേരുക എന്നതാണ് പ്രധാനം. വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ സംസ്ഥാന തലത്തിലുള്ള ജനാധിപത്യ മതനിരപേക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലാണ് ഇന്ത്യ കൂട്ടായ്മ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളത്. ഈ ഒരു നിലയിൽ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 3 ഘട്ടം ഇനിയും നടക്കാനിരിക്കുകയാണ്. കേരളത്തിലെ UDF അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് എങ്ങനെയാണ് ഇടതുപക്ഷ വിരുദ്ധ നിലപാടെടുക്കുകയും അതിനെ പരാജയപ്പെടുത്താൻ BJPയെയും അതിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിനെയും കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അതുമായി ചേർന്നുകൊണ്ടും കേരളത്തിലും വർഗീയത ഇളക്കിവിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമുക്ക് കാണാനാവും. ഈ നടന്ന 18ാമത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് വർഗീയത ഇളക്കിവിടാൻ അവർ ശ്രമിച്ചത് എന്ന കാര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിൻ്റെ ഈ മലബാർ മേഖലയിലെ ഒന്നാം തരം ഉദാഹരണമാണ് വടകര പാർലമെൻറ്റ് മണ്ഡലം. വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ എത്ര വലിയ വർഗീയ ധ്രുവീകരണത്തിനാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF പരിശ്രമിച്ചത് എന്നത് നമുക്ക് കാണാനാവും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും അത്തരം നിലപാടിൽ നിന്ന് അവർ മാറുന്നില്ല എന്നുള്ളത് അതിലെ ഒരു ഘടകകക്ഷിയുടെ സംസ്ഥാന നേതാവ്, RMPയുടെ നേതാവ് ഹരിഹരൻ നടത്തിയിട്ടുള്ള സ്ത്രീ വിരുദ്ധ പ്രസംഗത്തിലൂടെ നമുക്കിവിടെ വെളിപ്പെട്ടിട്ടുള്ളത്. UDFൻ്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ UDF നേതാക്കന്മാർ ഒന്നിച്ചിരിക്കുന്ന വേദിയിലാണ് ഹരിഹരൻ്റെ സ്ത്രീവിരുദ്ധ പ്രസംഗം. ഇന്ത്യ തന്നെ ബഹുമാനിക്കുന്ന LDF, ആ മണ്ഡലത്തിൻ്റെ LDF സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർക്കെതിരെ ഉണ്ടായത് എന്നത് നാം കണ്ടു, കേട്ടു. എത്ര വലിയ പ്രതിഷേധം ഈ നിലപാടുകൾക്കെതിരായി ഉയർന്നു വരേണ്ടതാണ്. അത് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കേരളത്തിലെ ഇടതുപക്ഷ, ജനാധിപത്യ, മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടികളും വർഗ ബഹുജന സംഘടനകളുമെല്ലാം രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരണത്തിൻ്റെ മുക്കാലേ മുണ്ടാണിയും നിർവഹിക്കുന്നത് അവരാണ്. ആ വലതുപക്ഷ മാധ്യമങ്ങളും കൂടി ഇത്തരം ജനവിരുദ്ധമായ പ്രചാരവേലയുടെ കൂടെയാണ് നിൽക്കുന്നത്. ആ പ്രചാരവേലയെ ശക്തിപ്പെടുത്താനാണ് അവർ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുകയും ഇതിനെല്ലാം ഒറ്റപ്പെടുത്തി ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താൻ, അതിന് നേതൃത്വം കൊടുക്കുന്ന CPIMനെ ശക്തിപ്പെടുത്താൻ ഇവിടെ നാം സന്നദ്ധമാവേണ്ടതുണ്ട്. രാജ്യത്തും പുതിയ ഒരു മുന്നേറ്റത്തിൻ്റെ ചലനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതും കൂട്ടിച്ചേർത്തുകൊണ്ട് ആ ചലനങ്ങളെ ശക്തിപ്പെടുത്താൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ നാം എല്ലാം കൂട്ടായി പരിശ്രമിക്കുക. ആ പരിശ്രമം സഖാവ് സുന്ദരയ്യയുടെ
ഈ ഓർമ്മ ദിനത്തെ അടിസ്ഥാനപ്പെടുത്തി നടത്താൻ നാം സന്നദ്ധമാവുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് സുന്ദരയ്യയുടെ ധന്യമായ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അഭിവാദ്യങ്ങൾ.